ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് +2 മാത്സിലെ ലാബാണ്. അപ്പോൾ അതിൽ വരുന്ന ലാബ് 0, അത് ജിയോജിബ്രയിലെ ബേസിക് കോൺസെപ്റ്റ്സ് പരിചയപ്പെടുത്തുന്ന ഒരു ലാബാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മളറിയാം കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ളവർക്ക് അത് ചെയ്യാം, ലാപ്ടോപ്പ്, ടാബ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് ചെയ്യാം. പക്ഷെ ഏറ്റവും ബേസിക്കായിട്ട് എല്ലാവരുടെയും കയ്യിലുള്ളത് ഫോണായിരിക്കും. ബാക്കി എല്ലാവരുടെ കയ്യിലും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഫോണിൽ എങ്ങനെ ഇതിൽ മാക്സിമം കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് പഠിക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫോണിൽ ജിയോജിബ്ര എടുക്കാം. ഓക്കെ, ആപ്പായിട്ടൊക്കെ എടുക്കാൻ പറ്റും. അങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഇത്ര MB അങ്ങ് പോകുന്ന കേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വേണ്ടാതിരിക്കാൻ ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജിയോജിബ്ര എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് www.geojibra.com എന്ന് വാട്സപ്പിൽ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ നിന്ന് തന്നെ എടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നെറ്റിൽ നിന്നും എടുക്കാം. ഇതിപ്പോൾ വാട്സപ്പ് ആകുമ്പോൾ സ്ഥിരം എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കയറി നേരെ സൈറ്റിലേക്ക് കയറാവുന്നൊരു രീതിയിലാണ് ഇത് ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് സൈറ്റിനുള്ളത് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പ്രോംപ്റ്റ്, എന്നിട്ട് എന്ത് ചെയ്യാം, എടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും ജിയോജിബ്രയുടെ സൈറ്റ് ഒന്ന് ഓപ്പണായി വരും. ഓക്കെ, അപ്പോൾ ഓപ്പണായി വന്നു. അപ്പോൾ നമുക്കതിൽ സ്റ്റാർട്ട് കാൽക്കുലേറ്റർ കൊടുക്കാൻ ജിയോജിബ്ര സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു ഓപ്ഷൻ. അപ്പോൾ ജിയോജിബ്ര സ്റ്റാർട്ട് ചെയ്യാൻ കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ബഫർ ഒന്ന് തെളിയുന്നവരെ വെയിറ്റ് ചെയ്യുക. ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേക കാര്യം നോട്ട് ചെയ്യേണ്ടത്, കമ്പ്യൂട്ടറിലെ പോലെയുള്ള രീതിയല്ല ഇവിടെ കുറേ ഓപ്ഷൻസ് ഇല്ല. കമ്പ്യൂട്ടറിൽ എന്താണ്, അഡ്വാൻസ്ഡ് ആണ്. സോ ഇത് അഡ്വാൻസ്ഡ് അല്ലെന്നല്ല കേട്ടോ, പക്ഷേ ഇതിലാകുമ്പോൾ ഫോൺ ആയതുകൊണ്ട് സൈസൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. പല ഓപ്ഷൻസും ഉണ്ടാവില്ല. ബേസിക്കലി എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു ധാരണ മാത്രമായിരിക്കും ഇതിൽ തരുന്നത്. എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൻ്റെ പൂർണ്ണതയോടെ കമ്പ്യൂട്ടറിലാണ് ചെയ്യാൻ പറ്റുക. ഓക്കെ, ഫോണിന് അതിൻ്റേതായിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യാം. ഒക്കെ കുറച്ച് ടൈം നമുക്ക് ബഫറിങ്ങിന് എടുക്കും. അപ്പോൾ അതിനുള്ളൊരു സാവകാശം കൊടുക്കുക. വന്നു കഴിഞ്ഞ ശേഷം നമുക്കത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ജിയോജിബ്രയുടെ ഇൻ്റർഫേസ് വന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആക്ടിവിറ്റി 0.1 ഡിസ്കസ് ചെയ്യുന്ന ജിയോജിബ്ര ഇൻ്റർഫേസ് പരിചയപ്പെടലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ടൂൾസ് ആയിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, നമുക്ക് ജിയോജിബ്രയിലുള്ള പലതരത്തിൽപ്പെട്ട ടൂൾസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതെല്ലാം എന്ത് ചെയ്യുക, മോർ ഓപ്ഷൻ കൊടുത്തിട്ട് എല്ലാം ഉണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ കിട്ടുന്ന കാര്യങ്ങളുള്ളൂ. നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും ഓരോ ടൂൾസ് എടുക്കുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ അത് ജിയോജിബ്ര കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ മെനു ബാർ ഉണ്ടാവും. ഇവിടെ മെനു ബാർ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതാണ് ഓൾജിബ്രിക് വ്യൂയും ഗ്രാഫിക് വ്യൂയും. ഓൾജിബ്രിക് വ്യൂ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഫംഗ്ഷൻ്റെ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുമ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഓൾജിബ്ര വരുന്ന ഭാഗമാണ് ഇത്. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഇതിന് താഴോട്ട്. ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിൻ്റെ ഗ്രാഫിക്കൽ വ്യൂ വരുന്ന പോർഷനാണ് ഗ്രാഫിക്സ് വ്യൂ. ഇതാണ് ഗ്രാഫിക്സ് വ്യൂ. പിന്നെ ഇവിടെയാണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനനുസരിച്ച് ഔട്ട്പുട്ട് അതിൻ്റെ ഓൾജിബ്ര ഇവിടെ, ഗ്രാഫിക്സ് അവിടെയായിട്ടാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ഇൻപുട്ട് കൊടുക്കാം. ഇൻപുട്ട് നമുക്ക് ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ നമ്മൾ. അപ്പോൾ ഇതിൻ്റെ കാര്യം വന്ന് ഇനി നമുക്ക് ഓരോ ഫങ്ഷൻസ് വരയ്ക്കാനായിട്ട് പഠിക്കാം. സിമ്പിളാണ്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എക്സ്. ഓക്കെ, അപ്പോൾ y = എക്സിൻ്റെ ഗ്രാഫ് വന്നു. ഇനി x² ആണ് വേണ്ടെങ്കിൽ x² ആക്കുക. അതായി. അങ്ങനെ നമുക്ക് പല പല ഫങ്ഷൻസ് ഇങ്ങനെ എന്ത് ചെയ്യുക, അടിച്ചടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും √x ഗ്രാഫ്. അങ്ങനെ നമുക്ക് ജസ്റ്റ് വേണ്ട കാര്യങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പം തന്നെ വന്നു സാധനം. പിന്നെ ചില കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ നമുക്കിപ്പോൾ ഇതിപ്പോൾ ഫോൺ ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് അഡ്വാൻസ്ഡ് ആണ്. സോ അതിനനുസരിച്ചുള്ള കീസ് ഉണ്ടാവും. പക്ഷേ കമ്പ്യൂട്ടർ ഒരു ചെറിയൊരു അപ്ഡേഷൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് വെച്ചാൽ ഒരു ഔട്ട്ഡേറ്റ് ഇങ്ങനെ അത്ര പുരോഗമനം വരാത്തത് കൊണ്ട് ഇപ്പോൾ കമ്പ്യൂട്ടർ നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്നതിൽ ഇത്രയും കീസ് ഒന്നും വരണം എന്നില്ല. സോ നമ്മളവിടെ അതിനനുസരിച്ചിട്ട് നമുക്ക് ലാബിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ABSX, SQRTX, FLORX, SEALX, അങ്ങനെയൊക്കെ SIGN മീൻസ് SIGN സിഗ്നൽ ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചാൽ അവിടെ ചെയ്യാം. പക്ഷെ ഫോണിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യം നേരെ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ എക്സ് എന്ന് അടിച്ചതിന് എക്സ് പെട്ടെന്ന് വരച്ച് വന്നു. ഇതെങ്ങനെ ടൈം എടുത്ത് വരയ്ക്കാം എന്നുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ടൂൾസിൽ സ്ലൈഡർ എടുക്കുക. എന്നിട്ട് ഈ ഗ്രാഫിക്സ് വ്യൂവിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ടച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾക്ക് എവിടം തൊട്ട് എവിടം വരെയാണ് നമുക്ക് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് മിനിമം മാക്സിമം. അപ്പോൾ എനിക്ക് -5 to 5 മതി. പിന്നെ ഇൻക്രിമെൻ്റ് എന്ന് പറയുന്നത് 2 പോയിന്റുകൾക്കിടയിലുള്ള വ്യത്യാസമാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക. ഞാനിവിടെ 0.5
0 1 കൊടുക്കുന്നു, ഓക്കെ കൊടുത്തു. അപ്പോൾ അവിടെ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ആയി. നെക്സ്റ്റ് നമ്മൾ ഇനി ഇതിൽ ഒരു പോയിന്റ് എ, ഇഷ്ടമുള്ള പോയിന്റ് കൊടുക്കാം. എ ഇസ് ഈക്വൽ ടു എ കോമ എ സ്ക്വയർ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കൊരു പോയിന്റ് വന്നു. ഓക്കെ, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് താഴോട്ട് കൊടുക്കുക. അതിനുശേഷം ഈ പോയിന്റിന് ഒരു കളർ കൊടുക്കുക, എനിക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. ഞാനിപ്പോൾ റെഡ് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഷോ ട്രേസും കൊടുക്കുന്നു. ഓക്കെ, ഇനി ഇതൊന്ന് ഓണാക്കി നോക്കിക്കേ, ഗ്രാഫ് വന്നുണ്ട്. ഓക്കെ, യു ക്യാൻ സീ ദ ഗ്രാഫ്. ഇപ്പോൾ ഒരു ഗ്രാഫ് വരുന്നുണ്ട്, ഡോട്ട് ഇട്ടിട്ട് ലൈൻ. അപ്പോൾ കളർ കൊടുത്തത് ആ ഗ്രാഫിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, ഷോർട്ട് ട്രേസ് കൊടുത്തത് അത് പോകുന്ന വഴി ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ഇങ്ങനെ റാൻഡമായിട്ടല്ല, പാരബോളിക് ഷേപ്പിൽ അല്ലെ ഏത് ഫംഗ്ഷൻ ആണോ കൊടുക്കുന്നത് ആ ഷേപ്പിൽ പൊക്കൊണ്ടിരിക്കും. അല്ലാതെ ഒന്നും അതിന് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ട്രേസ് കൊടുക്കുമ്പോൾ ആ ഗ്രാഫ് എന്താണ് ഇങ്ങനെ വരച്ച് നമുക്ക് കാണാൻ പറ്റും. ഇനി എൻ്റെ സ്പീഡൊക്കെ കൂട്ടാം. ഇവിടെ സ്പീഡ് അതിനനുസരിച്ച് നമുക്ക് 20x വരെ കൂട്ടാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കണ്ടോ. ഇവിടെ എന്തായാലും വാല്യൂ ഞാൻ പറഞ്ഞു മിനിമം മാക്സിമം -5 to 5 വരെയാണ് ആ ഒരു ഫംഗ്ഷൻ വരുന്നത്. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കൊടുക്കാം. കണ്ടോ, -5 to 5 വരെ വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഒരു ഫംഗ്ഷൻ ഇത് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്താണ് എ സ്ക്വയറിനെ വരച്ചു. ഇനി സപ്പോസ് നിങ്ങൾക്ക് എ ക്യൂബിന്റെ വരയ്ക്കണം എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിനനുസരിച്ച് ഇനി ഇതുപോലെ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് പോയിന്റ് ഒക്കെ കൊടുത്ത് ചെയ്യൽ ബുദ്ധിമുട്ടല്ലേ. സോ നമ്മൾ അവിടെ ഒരു ഇത് യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് ബാർ. ഓക്കെ, അപ്പോൾ അതിന് ടൂൾസിൽ തന്നെ ഇൻപുട്ട് ബോക്സ് ഉണ്ട്. അത് നിൽക്കുക, എന്നിട്ട് ഈ ഗ്രാഫിക്സ് വീൽ എവിടെയെങ്കിലും നിൽക്കുക. അതിൻ്റെ ക്യാപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക, എ എന്ന് കൊടുക്കുക അല്ലേ, നമ്മുടെ പഴയത് എ തന്നെയായിരുന്നു. ഇനി ലിങ്ക്ഡ് ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞ് വരുന്നത് ഏതുമായിട്ടാണോ ഈ ഗ്രാഫിക്സിന് മീൻസ് ഇതിനെ ലിങ്ക് ചെയ്യിക്കുന്നത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ എ കോമ എ സ്ക്വയറിനാണ് ലിങ്ക് ചെയ്യിക്കുന്നത്. സോ ഞാൻ ഇത് കൊടുത്തു, ലിങ്ക്ഡ് ഓബ്ജക്റ്റ്, എന്നിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബോക്സ് ഉണ്ടല്ലോ. ഓക്കെ, ഇപ്പം വരെ അത് ഓണാക്കി കഴിഞ്ഞാൽ എന്താണ് എ സ്ക്വയറിൻ്റെ ഗ്രാഫാണ് വരുന്നത്. ഇനി എനിക്ക് എ ക്യൂബിൻ്റെ ഗ്രാഫ് ആക്കണം എന്നാണെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് 3 കൊടുക്കുന്നു. ഓക്കെ, 3 കൊടുക്കുന്നു. ഓക്കെ, ഞാൻ ഓണാക്കി നോക്കിക്കേ, എ സ്ക്വയറിൻ്റെ ഗ്രാഫാണോ വരുന്നത്? അല്ല. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് ഈ വരയ്ക്കുന്നത് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻപുട്ട് ബാർ. ഓക്കെ, അപ്പോൾ അതിങ്ങനെയാണ് ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ഇനി എനിക്ക് a⁴ ആക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, 3 മാറ്റിയിട്ടൊന്ന് 4 ആക്കി കൊടുക്കുക. എന്നിട്ട് ഓണാക്കി നോക്കിക്കേ, എക്സ് സ്ക്വയറിൻ്റെ പോലെ തന്നെ ഒരു ഗ്രാഫ് വന്നില്ലേ. സോ അതാണ് ഇൻപുട്ട് ബാറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ബാറും സ്ലൈഡറൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള ഗ്രാഫുകളെല്ലാം വരയ്ക്കാം. ഓക്കെ, പിന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് അറിയാം. x² mod x √x x³ floor x ceil x 1/x സിഗ്നം ഫംഗ്ഷൻ, ഇതൊക്കെയാണ് സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ. അതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞു നോക്കി. ഇതിപ്പോൾ ഞാൻ എന്തായാലും ഡിലീറ്റ് ചെയ്യുകയാണ് ഒരു തവണ ചെയ്തതുകൊണ്ട്. ഓക്കെ, ഇനി പറഞ്ഞ 1/x അതിൻ്റെ ഒരെണ്ണം കാണിച്ചു തരാം. ഇപ്പോൾ 1/xന്റെ ഗ്രാഫ് കാണിച്ചു തരാം. ഇപ്പോൾ 1/x കണ്ടോ, 1/xന്റെ ഗ്രാഫാണിത്. അപ്പോൾ അങ്ങനെ സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻസ് എല്ലാം അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കമ്പ്യൂട്ടറിൽ മറ്റേ ഇതില്ല, അതായത് നമ്മുടെ ബോക്സ് എക്സ് എന്നൊക്കെ പറയുന്ന ഫംഗ്ഷൻ ഉണ്ടല്ലോ, അതില്ല. സോ അവിടെ നമ്മൾ ഫ്ലോർ എക്സും സീൽ എക്സും ആണ് കൊടുക്കുന്നത്. സോ അത് വെച്ചിട്ട് ഡൊമൈൻ റേഞ്ച് കാണാനൊക്കെ നമുക്കിത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നോക്കാം. അപ്പോൾ ആക്ടിവിറ്റി 0.3 അങ്ങനെ പറഞ്ഞു. ഇനി ലാസ്റ്റ് ടോപ്പിക് ലാബ് 0യിൽ വരുന്നതാണ് ആക്ടിവിറ്റി 0.4 ഫൈൻഡിങ് ഡൊമൈൻ ആൻഡ് റേഞ്ച്. ഓക്കെ, ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കുന്ന സിമ്പിളാണ്. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വെച്ച് ഇപ്പോൾ എക്സ് സ്ക്വയറിന്റെ ഗ്രാഫ് വരച്ചു. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിന് കവർ ചെയ്യാൻ പറ്റുന്ന വാല്യൂസ് ആണ് ഡൊമൈൻ. സോ ഇവിടെ എക്സ് ആക്സിസ് ഞാനിങ്ങനെ, അതായത് എക്സ് ആക്സിസിൽ കൂടെ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഫുള്ള് പോകുന്നുണ്ടെങ്കിൽ 6 എന്ന് നമുക്ക് എഴുതാം, റിയൽ നമ്പേഴ്സ്. അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിൽ ആ റെസ്ട്രിക്ഷൻ എന്താണെന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ ഡൊമൈൻ ഇവിടെ എന്താണ്, 6 ആണ്. കാര്യം എക്സ് ആക്സിസിൽ എല്ലായിടത്തും കൂടെ ലൈൻസ് വരയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, റേഞ്ച് ആണെങ്കിൽ വൈ ആക്സിസിൽ കൂടെ ലൈൻസ് വരയ്ക്കുക. മൊത്തം വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 6. ഇതിപ്പോൾ എനിക്ക് മൊത്തം വരയ്ക്കാൻ പറ്റില്ല, നെഗറ്റീവിലോട്ടില്ല. അപ്പോൾ ഞാൻ 0 മുതൽ ഇൻഫിനിറ്റി വരെയാണ് എൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺലി ലോജിക്ക് വെച്ച് ഇങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ജിയോജിബ്ര ആയതുകൊണ്ട് തന്നെ എങ്ങനെ ടെക്നിക്കലി ഇതിനോട് ഡീൽ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്, അതൊരു പോയിന്റ് എടുക്കുന്നു. a = a,0 എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്തു. ഓക്കെ, അപ്പോൾ എനിക്കൊരു പോയിന്റ് കിട്ടി. ഇനി ആ പോയിന്റ് എനിക്ക് ഓണാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ആനിമേറ്റ് ചെയ്യാൻ പറ്റും ആ പോയിന്റിന്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അതിന്
ഓക്കെ, അപ്പം ഇത് ചെയ്തു. ഇനി നമുക്ക് എക്സ് ആക്സിസിൽ കൂടെ ഞാൻ പറഞ്ഞല്ലോ വെർട്ടിക്കൽ ലൈൻസ് പോകുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഞാനിവിടെ ടൂൾസിൽ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ എയിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. ഓക്കെ, പെർപെൻഡിക്കുലർ ലൈനിൽ 2 തവണ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ പോയിന്റിൽ ജസ്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ എടുത്തിട്ട് 2 തവണ ടച്ച് ചെയ്യുമ്പോഴേക്കും പെർപെൻഡിക്കുലർ ലൈൻ വന്നു. ഓക്കെ, അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലൈൻ ഞാൻ ഈ ആനിമേഷൻ ഓൺ ആക്കുന്ന ടൈമിൽ ഈ പെർപെൻഡിക്കുലർ ലൈനും എന്ത് ചെയ്യും, എക്സ് ആക്സിസിലുള്ള എല്ലാ പോയിന്റ്സിനെയും കവർ ചെയ്യും. സോ ആ ലൈൻ എന്തിനൊക്കെ കവർ ചെയ്യുന്നു, മീൻസ് എക്സ് ആക്സിസിൽ എന്തോരം കവർ ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതിൻ്റെ ഡൊമൈനും റേഞ്ചും പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പം കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ -∞ to ∞ മാക്സിമം മിനിമം ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇതിപ്പം -5 to 5 വരെ പോവുള്ളൂ. ഓക്കെ, എന്നാലും നമുക്കിത് ബേസിക്കലി ഇതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ മൊത്തം വരയ്ക്കാൻ പറ്റുന്നൊരു ബോധ്യം ഉണ്ടായാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഡൊമൈൻ ഇപ്പം ഇങ്ങനെ കാണാം, ഫുള്ള് വരയ്ക്കാൻ പറ്റില്ല, എക്സ് ആക്സിസ് മൊത്തം കവർ ചെയ്ത് വരയ്ക്കാം. സോ ദ ഡൊമൈൻ ഈസ് R. ഇനി റേഞ്ച് എങ്ങനെ കാണില്ലെന്ന് നോക്കാം. റേഞ്ചിന് വേണ്ടിയിട്ട് ഇപ്പം പറഞ്ഞ പോലെ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു പോയിന്റ് B = 0,B എന്ന് കൊടുക്കാം. ഓക്കെ, B എന്ന് പറയുന്ന സ്ലൈഡർ എന്ത് ചെയ്യാം, നമുക്ക് ആനിമേറ്റ് ചെയ്യാം. അപ്പോൾ നോട്ടീസ് ചെയ്യുക, ആ ഒരു സ്ലൈഡർ എന്താണ്, മീൻസ് ഈ പോയിന്റ് എന്താണ്, റേഞ്ച് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ അത് എത്രത്തോളം റേഞ്ച് കവർ ചെയ്യുന്നുണ്ട്, അതായത് y ആക്സിസ് മൊത്തത്തിൽ കവർ ചെയ്യാൻ പറ്റുമോ, ഇതിന് ഇല്ല. കാരണം ഇത് പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് വരുന്നത്. ഓക്കെ, പോസിറ്റീവ് ടു നെഗറ്റീവ് ഈ ലൈൻ ആ ഗ്രാഫിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. സോ അതെന്താണ്, അതായിരിക്കും അതിൻ്റെ റേഞ്ച്. ഇവിടെ 0 to ∞ വരെ പറ്റുന്നുണ്ട്, നെഗറ്റീവ് ഇല്ല. സോ അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഓപ്പൺ ഇൻ്റർവൽ ∞ ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഡൊമൈനും റേഞ്ചും കണ്ടുപിടിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ലാബ് 0. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. താങ്ക് യു.